ഞാൻ പറഞ്ഞ ഹൈപ്പിനുള്ള സാധനം ഉണ്ടോ? അടിപൊളി സാധനം. അവിടെ നോർത്ത് KFCയും പോപ്പൈസും മാത്രമേ ഉള്ളൂ ഫ്രൈഡ് ചിക്കൻ്റെ. പക്ഷെ ഇത് ഹൈപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ളായിരിക്കും. ബട്ട് അടിപൊളി. സത്യം പറയുകയാണെങ്കിൽ ഞാനിവിടെ പറയായിരുന്നു, ഈ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ സാധനം തന്നെ നമ്മൾ വെറുക്കാൻ കാരണം നമ്മൾ അവിടുത്തെ KFC കഴിച്ചിട്ടാണ്. ഞാൻ ഓർത്തതിൽ മാത്രമല്ല, പൊതുവെ കാനഡയിലുള്ള KFC കഴിച്ചിട്ടാണ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാത്തത്. കാരണം നമുക്കൊരു ക്രേവിങ് വരും കഴിക്കാനായിട്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു ഉപ്പും ഭയങ്കര സോഗി എണ്ണ ഓയിലി ആയിട്ടിരിക്കണ കാരണം തന്നെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് കഴിക്കാൻ തോന്നത്തില്ല. ഞാൻ അതുകൊണ്ട് ഇവരോട് ഇത് കഴിച്ചു നോക്ക്. കാരണം എപ്പോഴും വന്നാലും നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നത്, ചുമ്മാ ഒരു പ്രാവശ്യം കഴിച്ചു നോക്ക് നീ എന്ന് പറഞ്ഞ് ഞാൻ അവനെ കൊണ്ടുപോയതാണ്. പക്ഷെ സത്യം പറയുന്നല്ല, നമ്മൾ ഇത്ര നേരം കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി. ഇതൊന്നും എല്ലാവർക്കും എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടിരുന്നത്, കഴിച്ചോണ്ടിരുന്നപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നിനക്കെന്താ പറയാനുള്ളത്? ഹൈപ്പ് അടിപൊളി സാധനം. സ്പൈസ് ലെവലാണെങ്കിലും എല്ലാം ബാലൻസ്ഡ് ആണ്. സ്പൈസി ആണെന്ന് ചോദിച്ചാൽ സ്പൈസി ആണ്. എന്നാ ഒരു ക്രിസ്പിനെസ് ഉണ്ടോ? ഇനഫ് സ്പൈസി ആണ് അല്ലേ? ക്രിസ്പിനെസ്സും ലൈക്ക് നമ്മുടെ വാ പൊള്ളുന്ന ഹോട്ട് സോസിന്റെ ഒരു സ്പൈസിനെസ് അല്ല. ലൈക്ക് അത് ആ കോട്ടിങ് ആണെങ്കിലും പെർഫെക്റ്റ് ക്രഞ്ചിയാണ്. എന്നാൽ ഇത് ഫ്രയറിലിടണം ഇവര്. KFC പോലെ മറ്റേ കുക്കറിലല്ല, പൊടി തിന്നരുതിട്ടാ ആ ടൂത്തിക്ക്. KFCയിൽ നമ്മൾ മറ്റേ കുക്കറിൽ പ്രഷറില്ല ചെയ്യുന്നത്. എന്നാൽ പോലും അതിൻ്റെ ആ കോട്ടിങ് ഭയങ്കര സോഗിയായി ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഫ്രയറിൽ വെച്ചിട്ട് പോലും അത്ര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാനില്ല അല്ലേ? ടേസ്റ്റ് നല്ലൊരു ചിക്കൻ ആണെങ്കിൽ നല്ല ടേസ്റ്റി ചിക്കൻ, ഒരു ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ അല്ലേ? അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇത് കഴിക്കാറുണ്ട്. ഇടയ്ക്ക് കഴിച്ച് നോക്കാറുണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ഫ്രൈഡ് ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്രേവിങ് വരും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കഴിക്കാറുള്ള സാധനം.